പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വന്നിരിക്കുമ്പോൾ വ്യക്തമായി ഒരു കാര്യം നാം തിരിച്ചറിയണം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിപ്പാനാണ് നാം കടന്നു വന്നത്. അതുകൊണ്ട് സ്തുതിയും ആരാധനയും ഒട്ടും കുറഞ്ഞു പോകരുത്. ദൈവത്തിന്റെ വചനം നാം പഠിച്ചാൽ വ്യക്തമായി കാണാൻ കഴിയും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു. സർവശക്തനായ ദൈവം നമ്മെ വിടുവിച്ചത് കൊണ്ടാണ് ഈ രാത്രിയിലും നമ്മൾ ദൈവത്തെ ആരാധിപ്പാനായി ഇവിടേക്ക് കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ കടന്നു വന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിഞ്ഞു പ്രവർത്തിപ്പാൻ കർത്താവ് ഇന്ന് രാത്രിക്കാലം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് അവന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിന് മറുപടിയായി അവൻ ഇന്ന് രാത്രികാലം അവന്റെ മുറിഞ്ഞ കരം വെച്ച് നമ്മെ അനുഗ്രഹിക്കും. വിശുദ്ധ തിരുവെഴുത്ത് നാം ആദിയോടന്തം പഠിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണും. ചോദിക്കുന്നതും നനയ്ക്കുന്നതും അത്യന്തം പരമായി നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഈ രാത്രികാലം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം പറഞ്ഞ് പ്രവർത്തിക്കുന്ന വിശ്വസിച്ച ആമേൻ പറ. നമുക്ക് വായിക്കാം വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല. ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ, ചില ഒറ്റപ്പെടലുകൾ, ചില നിരാശകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നാമും പറയുന്നൊരു വാക്കാണ്, എന്നെ സഹായിപ്പാൻ, എന്നെ അറിയുവാൻ, എൻ്റെ ആവശ്യങ്ങളിൽ കൂടെ നിന്ന് എന്നെ സഹായിക്കുവാൻ എനിക്ക് ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ തനിച്ചല്ല മോനെ, ഞാൻ നിന്നോട് കൂടെ ഒരു മനസ്സുണ്ട്. നിന്റെ ഹൃദയം എനിക്ക് തരുവാൻ കഴിയുമെങ്കിൽ അന്ത്യത്തോളം ഞാൻ നിന്നെ കരം പിടിച്ച് നടത്താം. നിത്യതയിൽ വന്നു ചേരുമ്പോൾ നിനക്ക് എന്നോടുകൂടെ വസിക്കാം. സ്വത്രം. ഇത്ര നല്ല ദൈവം നോക്ക് ആരോടായി പറയുന്നറിയാമോ? 38 വർഷം ഒരു കുളക്കരയിൽ കിടക്കുന്ന ഒരു പക്ഷപാത രോഗിയോടാണ് ഇത് പറയുന്നത്. സ്വത്രം. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സ്വത്രം. അവൻ പറയുന്ന ഒരു കാര്യം നാം ശ്രദ്ധ വെച്ച് കേൾക്കണമേ. സ്വത്രം. എന്നെ സഹായിക്കാൻ ആരുമില്ല. ആരും സഹായമില്ല എന്ന് തോന്നുമ്പോൾ നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ, നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ യേശുവിനോട് കൂടെ നീ ഇരിക്കാൻ തയ്യാറായാൽ ലോകത്തിൽ നീ ഒരിക്കലും അലഞ്ഞ് നടക്കേണ്ടി വരത്തില്ല. സ്വത്രം. നോക്ക്, ഈ 38 വർഷമായി ഈ ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന രോഗിക്ക് പറയുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. സ്വത്രം. യേശു ഒരു ചോദ്യമേ ചോദിച്ചോളൂ, അവൻ 9 കാരണങ്ങൾ പറയുക. ഒന്ന്, അവൻ പറയുന്ന കാര്യം വ്യക്തമായി കേൾക്കണമേ. കുറച്ച് നാള് ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നു. സ്വത്രം. അപ്പോൾ എൻ്റെ സ്നേഹിതരും എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ കടന്നു വന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവരെ ആശ്വാസ വാക്കുകൾ കൊണ്ടൊന്നും ഞാൻ രക്ഷപ്പെടത്തില്ല എന്ന് വന്നപ്പോൾ അവരിൽ ആരൊക്കെയോ ചേർന്ന് എന്നെ ഈ കുളക്കരയിൽ കൊണ്ട് കിടത്തി. കാരണം അവർ കേട്ടു, കുളത്തിൽ ദൂതൻ ഇറങ്ങും, കുളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നത് ഒരു സൗഖ്യമാകും. അങ്ങനെ അവരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ അവരെന്നെ ഇവിടെ കൊണ്ട് കിടത്തി. എങ്ങനെയെങ്കിലും ഞാൻ ആ കുളത്തിറങ്ങി സൗഖ്യം പ്രാപിക്കട്ടെ
ഈ രാത്രിക്കാലം നിങ്ങളോട് പറയട്ടെ, പ്രതീക്ഷകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകും. ഇനി ഒരിക്കലും ഒരു ശുഭയാത്ര ഇല്ല എന്ന് നമുക്ക് തോന്നാം. ഞാൻ ആഗ്രഹിച്ച ഒരു നന്മ ഇനി എനിക്ക് ലഭിക്കത്തില്ലെന്ന് നമുക്ക് തോന്നാം. നിന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഗതി പിടിക്കത്തെന്ന് ലോകം പറയുന്ന കേട്ടിട്ട് അങ്ങനെ തന്നെ ആയിത്തീരുമെന്ന് പറഞ്ഞ് നിരാശയോടെ കരഞ്ഞു വിളിച്ച് നീ നടക്കാം. നിന്റെ രോഗം ഒരിക്കലും മാറത്തില്ലെന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ സ്ഥാനത്ത് ലോകം കൂടി പറഞ്ഞപ്പോൾ നീ തീരുമാനിച്ചു ഇനി ഒരിക്കലും ഞാൻ സൗഖ്യം പ്രാപിക്കത്തില്ലെന്ന്. വ്യക്തമായി പറയട്ടെ, ഇല്ല 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 എന്ന് നിന്നെ കൊണ്ട് പറയിക്കുന്നത് ദൈവമല്ല. സ്വത്രം, ഈ ലോകത്തിന്റെ പിശാച. കാരണം നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് സർവശക്തനായ ദൈവം നിന്നെ കണ്ടിരുന്നു, നിന്നെ പേർ ചൊല്ലി വിളിച്ചു. നീ ആകേണ്ടുന്ന വഴി ഏത്, നീ പോകേണ്ടുന്ന വഴി അതെന്നും, നീ ചെയ്യേണ്ടുന്ന പ്രവൃത്തി എന്തെന്നും, നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന മഹത്വത്തിന്റെ പ്രവൃത്തി എന്തെന്നും സ്വർഗം കുറിച്ചിട്ടത് കൊണ്ട് ആ പ്രവൃത്തിയിൽ നീയും നിന്റെ കുഞ്ഞുങ്ങളും എത്തിച്ചേരാൻ ആഗ്രഹിച്ച് പിശാച് പദ്ധതി ഒരുക്കി നീ എന്തെല്ലാം ശ്രമം നടത്തിയാലും അതൊന്നും നടക്കത്തില്ല 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 എന്ന് പറഞ്ഞ് നിന്റെ മനസ്സിനെ ഒരു ശാപഗ്രസ്തനാക്കി നിന്നെ മാറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ നിന്റെ കണ്ണുനീരിന് മറുപടിയുമായി വരാമെന്ന് പറഞ്ഞ ഒരുവനുണ്ട്. അത് കാൽവറി ക്രൂശിൽ നിനക്കും എനിക്കും വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നീ നോക്കി നിലവിളിച്ചാൽ സ്വർഗം നിന്റെ അടുക്കൽ ഇറങ്ങി വരും. നോക്ക്, അവൻ പറയുന്നത്, സ്വത്രം 38 വർഷമായി ഞാനിവിടെ കിടക്കുക, എന്നെ കുളത്തിലൊന്ന് എടുത്തിറക്കാൻ ആരുമില്ല. സ്വത്രം, അവൻ കിടക്കുന്നത് യേശു കണ്ടു. സ്വത്രം, കണ്ടിട്ട് അവൻ ഇട്ടേച്ചു പോയില്ല. അവനോട് ചോദിച്ചു. സ്വത്രം, എന്താ ചോദിച്ചത്? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സ്വത്രം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ മനസ്സുണ്ട്, നിങ്ങളെ ഉയർത്തി മാനിക്കാൻ മനസ്സുണ്ട്, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ മനസ്സുണ്ട്, നിങ്ങളുടെ രോഗം സൗഖ്യമാക്കാൻ മനസ്സുണ്ട്, നിങ്ങളെ നിന്ദിച്ചവിടെ മുമ്പ് നിങ്ങളെ മാനിക്കാൻ മനസ്സുണ്ട്. സ്വത്രം, നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഉയർത്താൻ കർത്താവിന് മനസ്സുണ്ട്. പക്ഷേ ആ കർത്താവ് നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നീ കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുക്കണം. സ്വത്രം, ഞാൻ ഒന്നുമില്ല ദൈവമേ, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല ദൈവമേ, എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല കർത്താവേ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ല, എന്നെ ഇട്ടേച്ചു പോയി ദൈവമേ, നീ മാത്രമേ ഉള്ളൂ, ഇനി എനിക്കൊരാശ്രയമെന്ന് പറഞ്ഞ് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ, പ്രിയ കൂടപ്പിറപ്പേ സഹോദരങ്ങളെ, വ്യക്തമായി ഞാൻ പറയട്ടെ, നിങ്ങൾ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. സ്തോത്രം. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കും, ദൈവം നിങ്ങളെ തനിയെ വിടുകയില്ല. സ്തോത്രം. വ്യക്തമായി പറയട്ടെ, നന്മ കയ്യിലുള്ളപ്പോഴുണ്ടല്ലോ എല്ലാവരും കാണും. സ്തോത്രം. മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളപ്പോൾ നിന്റെ കൂടെ നിൽക്കാൻ ഒരുപാട് പേര് കാണും. നിന്റെ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും ബലവും ഉള്ളപ്പോൾ, നിന്റെ കയ്യിൽ പണമുള്ളപ്പോൾ എല്ലാവരും കൂടെ നിൽക്കാൻ വരും. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ, നിന്നെ കൊണ്ട് ഇനി ഒരു പ്രയോജനവും ഇല്ലെന്ന് തിരിച്ചറിയുമ്പോൾ, നിന്നോട് കൂടെ കൂടിയവരെല്ലാം നിന്നെ ഇട്ടേച്ചു പോകും. പക്ഷേ എൻ്റെ കർത്താവിൽ നീ ആശ്രയിച്ചാൽ എൻ്റെ കർത്താവ് നിന്നെ ഇട്ടേച്ചു പോകത്തില്ല. നിന്റെ കണ്ണുനീർ തുടച്ച് മാനിച്ച് നിന്നെ നിന്ദിച്ചിടുമ്പോൾ ഉയർത്തി നിർത്തിയട്ടെ എൻ്റെ കർത്താവ് മാറി നിൽക്കത്തുള്ളൂ. കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നത്, കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന്. അങ്ങനെയെങ്കിൽ നിനക്കൊരു പ്രതികൂലം വരുമ്പോൾ അഭിപ്രായം പറയാൻ ഒരുപാട് പേര് കാണും. സ്വത്രം. തെറ്റായ വഴി നിന്നെ കൊണ്ടുപോയി നിന്റെ കരത്തിലെ നന്മ നഷ്ടപ്പെടുത്തി ലോകത്തിന് മുമ്പിൽ നിന്നെ പരസ്യക്കോലമാക്കി മാറ്റാൻ വേണ്ടി പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നിന്റെ പിന്നാലെ കടന്നു വരും. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, നീ അത് അനുസരിക്കുമെങ്കിൽ, നീ ദൈവവചനം അനുസരിക്കുമെങ്കിൽ തീർച്ചയായും നീ താഴ്ച പ്രാപിക്കത്തില്ല, നീ ഉയർച്ച പ്രാപിക്കും. നോക്ക്, അവൻ പറയുന്ന ഒരു കാര്യം, എന്നെ എടുത്തിറക്കാൻ ആരുമില്ല. സ്വത്രം. കർത്താവ് പറഞ്ഞു, അനാഥന്മാർക്കും വിധവമാർക്കും ന്യായം പാലിപ്പാൻ എനിക്ക് കഴിയും. സ്വത്രം. പക്ഷേ എന്ത് ചെയ്യണം? നീ ദൈവത്തിന് പ്രസാദമായി
ദൈവത്തിന് മഹത്വമുള്ളവനും മഹത്വമുള്ളവളുമായി നീ മാറണം. സ്വത്രം. അങ്ങനെയെങ്കിൽ നിന്റെ കണ്ണുനീര് മാറും, നിന്റെ രോഗം മാറും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൂട്ടാളി അംഗീകരിക്കപ്പെട്ടവനായി മാറും. സ്വത്രം. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയാമോ? പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന അളവിൽ ഉയർച്ച പ്രാപിക്കാത്തത് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. സ്വത്രം. എന്താണ് ദൈവഹിതം? ദൈവത്തിന് ഇഷ്ടമുള്ളവളായി ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. നോക്ക്, പത്രോസും യോഹന്നാനും അതുപോലെ തന്നെ അന്ത്രയോസും എല്ലാം യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സ്വത്രം. കർത്താവ് പറഞ്ഞു, വിഷമിക്കേണ്ട മക്കളെ, നിങ്ങൾ ഈ ലോകത്തിൽ എൻ്റെ നാമത്തിൽ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് പ്രതിഫലം കിട്ടും. സ്വത്രം. അവരെ നിരാശപ്പെടുത്തിയില്ല കർത്താവ്. ഈ തിരുവചനം എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുള്ളവരാരും നിരാശയോടെ മടങ്ങി വീട്ടിൽ പോയിട്ടില്ല. സ്വത്രം. നിന്നയും പരിഹാസം ഏറ്റുകൊണ്ട് യേശു നല്ലവൻ അവൻ വല്ലഭനെന്ന് പാടിയിട്ടുള്ള ഒരു വ്യക്തിയും ഭൂതലത്തിൽ പട്ടുപോയിട്ടില്ല. അപമാനം വഹിച്ചുകൊണ്ട്, അപമാനം സഹിച്ചുകൊണ്ട് ദേശത്തിന് മുമ്പ് തല കുനിച്ച് നിന്നവരുടെ എല്ലാം യേശുവിന്റെ നാമത്തിൽ തല ഉയർന്നിട്ടുണ്ട്. സ്വത്രം. അവരെ ഉയർത്തുകയില്ല എന്ന് പറഞ്ഞ് വാദിച്ച പിശാചിന്റെ തല സ്വർഗം തകർത്തിട്ടുണ്ട്. സ്വത്രം. നിന്റെ ജീവിതത്തിൽ നിനക്കൊരിക്കലും മുന്നേറാൻ കഴിയത്തില്ലെന്ന് നീ പറഞ്ഞ സാഹചര്യങ്ങളെ സ്വർഗം കണക്കിലെടുത്തിട്ട് ആ കുറ്റം പറഞ്ഞതിന് മുമ്പിൽ തന്നെ ഉയർത്തിയ നാളുകളെ ഓർത്തിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക്. ഇതിലും പരമായി, കൂട്ടുകാരിൽ പരമായി സ്വർഗത്തിലെ ദൈവം തന്നെ ഉയർത്തും. സങ്കീർത്തനം 34:1 പറയുന്ന ഇങ്ങനെയാണ്, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം ദൈവ പൈതലേ നീ മുഷിയരുത്. സ്വത്രം. നോക്ക്, ആ പക്ഷപാത രോഗിയെ കണ്ടിട്ട് പലരും ചോദിച്ചു കാണും, ഇതുവരെയും നീ സൗഖ്യമായില്ലയോടാ? എത്ര പേരാ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ചു, എന്നിട്ടും നീ എന്തടെ ഇറങ്ങാഞ്ഞത്? കളിയാക്കാൻ തുടങ്ങി, കുറ്റം പറയാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. അത് കേട്ട പക്ഷപാത രോഗിയുടെ ചങ്ക് കലങ്ങി. സ്വത്രം. ആരോടും അവന്റെ ദുഃഖമൊന്ന് പങ്കുവെപ്പാൻ കഴിയാതെ അവൻ ആ 38 വർഷം അവിടെ കിടന്ന് കരഞ്ഞു. സ്വത്രം. എന്നാൽ സ്വർഗത്തിലെ അപ്പന് മനസ്സിലായി, ഈ ചിരിച്ചവരും കൂടെ നിന്നവരും കൂട്ടുവന്നവരും ആരും അവനെ സഹായിക്കത്തില്ലെന്ന്. സ്വത്രം. അവനെ കൊണ്ടിട്ടേച്ച് പോയവർ അവനെ കണ്ടില്ല. സ്വത്രം. അവന്റെ അപ്പനും അമ്മയും അവനെ തിരക്കിയില്ല. സ്വത്രം. എന്തിന് പറയുന്നു, സ്വന്തം ഭാര്യ പോലും അവനെ അന്വേഷിച്ചില്ല. പക്ഷെ 38 വർഷം അവനവിടെ കിടക്കുമ്പോഴും അവനൊരു പ്രതീക്ഷയുണ്ട്, എന്നെങ്കിലും ഞാൻ ആ കുളത്തിൽ ഇറങ്ങും, എന്നെങ്കിലും എനിക്ക് സൗഖ്യം വരും. അതുകൊണ്ട് സൗഖ്യം ലഭിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. സ്വത്രം. വ്യക്തമായി കൂടെ പറയട്ടെ, നിന്റെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ ആ വിശ്വാസത്തിന് നടുവിൽ സർവശക്തൻ ഇറങ്ങി വരും. സ്വത്രം. അവരിവരും പറയുന്ന കേട്ടോണ്ട്, അവരിവരും കാണിക്കുന്ന കണ്ടോണ്ട്, അവരിവരും പറയുന്ന നിരാശപ്പെടുത്തുന്ന വാക്ക് കേട്ടുകൊണ്ട് നീ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ 38 വർഷം അവിടെ കടന്നവനൊരു വിശ്വാസമുണ്ട്. നമ്മൾ 50 വർഷം കടന്നാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറം ഇപ്പുറം നോക്കിയാണ് കിടക്കുന്നത്. പക്ഷെ അവൻ നോക്കുന്നത് ദൈവത്തിങ്കിലേക്കാ. അതുകൊണ്ട് ദൈവം അവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, സ്വത്രം, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സ്വത്രം. നോക്ക്, കുറ്റം പറഞ്ഞവരെല്ലാം നോക്കി നിൽക്കേ, പരിഹസിച്ചവരെല്ലാം കാണേ, സ്വത്രം, തള്ളിക്കളഞ്ഞവരെല്ലാം അത്ഭുതം കൂറുമാറ്. സ്വത്രം. അവൻ കിടക്കയെടുത്തോണ്ട് നടക്കുന്നു. സ്വത്രം. എങ്ങനെ? യേശു പറഞ്ഞതുകൊണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ലോകത്തിലൊരു മനുഷ്യനും ഉണ്ടായെന്നും വരത്തില്ല. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഒരു പരിധി കഴിയുമ്പോൾ എല്ലാവരും ഇട്ടേച്ചു പോകും. ആരും വന്നെന്ന് വരത്തില്ല.
നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ അപ്പനും അമ്മയും നിന്നെ തള്ളിക്കളയുന്നുണ്ടാകും. നിന്റെ സ്നേഹിതർ നിന്റെ പോക്കറ്റിൽ പണമില്ലാത്തത് കൊണ്ട് നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടാകും. നിന്റെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ നിന്നെ കൊണ്ട് നന്മ ആഗ്രഹിച്ചത് നിന്നെ ഇട്ടേച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ കുഞ്ഞെ, നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാലുണ്ടല്ലോ, നിന്റെ നിന്ന മാറും, നിന്റെ കണ്ണുനീരും മാറും, നിന്റെ തല ഉയരും. നിന്നെ ഉയർത്തുകയില്ല എന്ന് പറഞ്ഞവിടെ തലയായി നിന്നുകൊണ്ട് എന്നെ ഉയർത്തിയ ഒരു ദൈവം ഉണ്ടെന്ന് നിന്റെ നാവ് കൊണ്ട് സ്വർഗത്തിൽ അപ്പം പറയിക്കും. അതുകൊണ്ട് ലോകം പറയുന്ന കേട്ടിട്ട്, അവരിവരും പറയുന്ന കേട്ടിട്ട്, അവരിവരും തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞിട്ട്, അവരിവരും ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട്, അവരിവരും പരിഹസിച്ചെന്ന് പറഞ്ഞിട്ട് നീ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകല്ലേ. ദൈവത്തിന്റെ സന്നിധിയിൽ നില്ല്. ദൈവം നിന്നെ ഒരു നാളിൽ അവർക്ക് തലയാക്കി മാറ്റും. കാരണം എന്റെ കർത്താവിൽ ആശ്രയിച്ചവരാരും തോറ്റുപോയ ചരിത്രമില്ല. എന്ത് വന്നാലും ആർക്കാ കുറ്റമെന്നറിയാമോ? ദൈവത്തിനാ കുറ്റം. സ്വത്രം. ആരൊക്കെ എവിടൊക്കെ വീണാലും ദൈവത്തിനാ കുറ്റം. സ്വത്രം. ദൈവം പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ വീഴുമായിരുന്നോ? ഒരിക്കലുമില്ല. ഇപ്പോൾ തന്നെ ഒരു പ്രിയപ്പെട്ട സഹോദരി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, കുഞ്ഞുനാളിലേ അവൻ്റെ അപ്പം മരിച്ചു, ഞാൻ കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിച്ചു. സ്വത്രം. അവൻ പഠിച്ചില്ല, അവൻ മിക്ക വിഷയത്തിനും അങ്ങ് തോറ്റ്. ഇപ്പൊ അവൻ ചോദിക്കുന്ന ചോദ്യമോ, പാസ്റ്ററെ ദൈവം ഉണ്ടോ? പഠിക്കാത്തവനെ ജയിപ്പിക്കുവോ ദൈവം? പോട്ടെ, ദൈവത്തിന്റെ കാര്യം പോട്ടെ, സാറ് ജയിപ്പിക്കുവോ? പള്ളിക്കൂടത്തിൽ കയറാത്തവനെ ആരെങ്കിലും സ്നേഹിക്കുവോ? ഏതെങ്കിലും അധ്യാപകർ അംഗീകരിക്കുവോ? പള്ളിക്കൂടത്തിലും പോകത്തില്ല, പഠിക്കത്തുമില്ല, കിട്ടിയ പൈസ എല്ലാം കൂടെ നടന്ന് കൂട്ടുകാരോട് അടിച്ചു വിലസി നടന്നിട്ട് ഇപ്പം ദൈവത്തെ കുറ്റം പറയുക. സ്വത്രം. എത്രയോ പ്രാവശ്യം കവലകളിൽ നിന്ന് സുവിശേഷം കേട്ടവരുണ്ട്. നീ വിശ്വാസത്തോടെ വന്നാൽ ഇപ്പൊ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഓ, എന്തൊക്കെസാര് തുടങ്ങി, യവന്മാർക്കൊന്നും പറയും പണിയില്ലയോ? സ്വത്രം. ഒരു ജോലി ഇല്ലാത്തോണ്ട് മൈക്ക് കൊടുത്തോണ്ട് കവല ഇന്ന് പ്രസംഗിക്കുക. ഞങ്ങളെ കണ്ടു പഠിക്കുക. ഞങ്ങളൊരു കവലയിലും പോകത്തില്ല, ഞങ്ങൾ കുരിശു വരയ്ക്കത്തേ ഉള്ളൂ, ഇഞ്ഞു വരും. സ്വത്രം. ഞങ്ങൾ കുമ്പസരിക്കത്തേ ഉള്ളൂ, ഇഞ്ഞു വരും. സ്വത്രം. വരും. എന്തോ വരും? മരണം വരും. എപ്പ വരും? പ്രായമാകുന്നതിന് മുമ്പ് വരും. സ്വത്രം. രോഗം വരും. എപ്പ വരും? നീ പ്രതീക്ഷിക്കാത്ത വരും. സ്വത്രം. എപ്പ വരും? നിന്റെ യൗവനകാലത്ത് വരും. സ്വത്രം. ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്ന മുട്ടാട് മേസനേക്കാളും നല്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തു പറഞ്ഞില്ല ഞാൻ ക്രിസ്ത്യാനിക്ക് വേണ്ടി വന്ന ദൈവമാണെന്ന്. സ്വത്രം. യേശു ക്രിസ്തു പറഞ്ഞില്ല പെന്തിക്കോസാരുടെ ദൈവമാണെന്ന്. കുറെ ആൾക്കാർ ചേർന്ന് അങ്ങനെ ആക്കിയതാ. പക്ഷെ യേശു പറഞ്ഞ എന്തോന്നറിയാമോ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകുമെന്ന്. സ്വത്രം. പഠിക്കാൻ വിടുന്ന കൊച്ചുങ്ങള് പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാതെ, കോളേജിൽ പോയി പഠിക്കാതെ, 2 ദിവസം കോളേജിൽ പോയിട്ട് 16 ദിവസം കഞ്ചാവും കള്ളും അടിച്ച് ഓടയിലും റോഡിലും അതുപോലെ തന്നെ സിറ്റിയിലും കറങ്ങി വീണ് അവസാനം ജീവിതം തൊലഞ്ഞു കഴിയുമ്പം, വർഷം കഴിഞ്ഞു കഴിയുമ്പോഴാണ് അറിയുന്നത്, അയ്യോ ഞാൻ പഠിക്കാമെന്നതായിരുന്നല്ലോ, എൻ്റെ കൂടെ പഠിക്കാമെന്നവർ പഠിച്ച് ജയിച്ചല്ലോ, ഞാൻ തോറ്റല്ലോ. സ്വത്രം. അപ്പോഴാണ് ആരെ തേടുന്നത്? കവലയിൽ നിന്ന് പ്രസംഗിച്ച ഉപദേശിയെ. സ്വത്രം. അതുവരെ ആരെ വേണ്ടായിരുന്നു? ഉപദേശിയെ വേണ്ടായിരുന്നു. സ്വത്രം. എന്തു ചെയ്യും? സ്വത്രം. ഏറ്റവും പ്രശസ്തി ആർജിച്ച കുരിശും തൊട്ടി ചെല്ലും. അവിടെ ചെന്നിട്ട് കുറെ പൈസ കൊടുത്തിട്ട്, അയ്യോ എന്നെ ജയിപ്പിക്കണേ, ഞാൻ സേ എഴുതിയേക്കുക. സ്വത്രം. സേ എഴുതിയേക്കുക, എന്നെ ജയിപ്പിക്കണേ. 5-6 പ്രാവശ്യം സേ എഴുതി, ജയിച്ചില്ല. അന്നേരം പറയുക, സ്വത്രം, എന്തുവാ? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ. ഈ യൂട്യൂബിലൂടെ ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ കൂടപ്പുറപ്പേ, ദൈവത്തെ പരീക്ഷിക്കല്ലേ. നീ ദൈവത്തിന് മഹത്വം കൊടുത്താൽ ദൈവം നിന്നെ മഹത്വത്തിലേക്ക് ഉയർത്തും. സ്വത്രം. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്തുവാ? എന്തുകൊണ്ട് ദൈവം എന്നെ ജയിപ്പിച്ചില്ല? അതുകൊണ്ട് ദൈവം ഇല്ല. ദൈവം ഉണ്ട് കുഞ്ഞെ. സ്വത്രം.
ഈ കോയ തിരി എന്ന് പറഞ്ഞ ഒരു തിരിയുണ്ട്. സ്വന്തം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോയ ജാസ്മിൻ തിരി, ഈ രാത്രി കൊതു വരാതെ കത്തിച്ചു വെക്കുന്ന തിരി. ആ തിരി കത്തിച്ചിട്ടുണ്ട്. ദൈവമുണ്ട്. ആ തിരി കത്തിക്കുന്നവന് പോലും വിശ്വാസമുണ്ട്. പക്ഷെ ഇത്രയും കാലം ക്രിസ്ത്യാനിയായിരുന്ന നിനക്ക് വിശ്വാസമില്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്. അവന്റെ പരസ്യത്തിന് വേണ്ടിയാണെങ്കിലും അവൻ പറയുന്നൊരു വാക്കുണ്ട്, ദൈവമുണ്ടെന്ന്. തോറ്റു തൊപ്പിയിട്ട് കഞ്ചാവും കള്ളു പഠിച്ച് ബോധം കെട്ട് കടന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് പറയുക ദൈവമില്ല. സ്വത്രം അന്വേഷിക്കു കുഞ്ഞേ, ദൈവത്തെ കാണാം. ദൈവമുഖത്തേക്ക് നോക്കിയാൽ തോൽവി എന്ന് പറയുന്ന ഒന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. ആരൊക്കെ എവിടൊക്കെ നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും എൻ്റെ യേശു കർത്താവ് നിന്റെ അടുക്കൽ വന്നിട്ട് മോനെ കരയണ്ടടാ, വിജയം നിന്റെ കൂടെയാന്ന്. സ്വത്രം, ഇതാ എൻ്റെ കർത്താവ്. സ്വത്രം, അനേകം മാതാപിതാക്കൾ തലമുറയ്ക്ക് വേണ്ടി വാവിട്ട് പൊട്ടിക്കരയുമ്പം സ്വത്രം സ്വർഗം അത് കേട്ടിട്ട് ഈ മക്കളെ മടക്കിക്കൊണ്ടിന് ഒരുക്കുന്ന പദ്ധതിയായി ഇതൊക്കെ. പക്ഷെ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇന്നത്തെ യുവതലമുറ എന്നേക്കും നശിച്ചുകൊണ്ടിരിക്കുക. വ്യക്തമായി പറയട്ടെ, 38 വർഷം നിന്നയും പരിഹാസവും കേട്ടിട്ട് പോലും അവന്റെ വിശ്വാസം അവനിൽ നിന്ന് നഷ്ടപ്പെടുത്തിയില്ല. ഒരു ദിവസം ഞാൻ സൗഖ്യം പ്രാപിക്കും. Praise the Lord. Praise the Lord. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം വായിച്ചാല് 18 വർഷക്കാലം രക്തസ്രാവം ബാധിച്ച ഒരു സഹോദരിയെ കുറിച്ച് കാണുന്നുണ്ട്. സ്വത്രം, അവള് പറയുന്ന ഒരു കാര്യം, സ്വത്രം, എൻ്റെ പൈസ മുഴുവനും ഞാൻ വൈദ്യന്മാർക്ക് കൊടുത്തു, അവരെ കൊണ്ട് സൗഖ്യമാകാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു ചേച്ചി എന്നോട് പറഞ്ഞ്, അത് രോഗമല്ല, അത് ശാപമാണ്, അത് മന്ത്രവാദം ചെയ്തതിന് നശിപ്പിക്കാൻ പിശാചി ബന്ധിച്ചിരിക്കുന്ന ബന്ധനമാണ്. അങ്ങനെ കുറെ മന്ത്രവാദികളും കൊണ്ടുപോയി, പിന്നെ കുറെ ശകുനവാദികൾ കൊണ്ടുപോയി. അവസാനം കുറച്ച് പേര് എന്നോട് പറഞ്ഞു, ഇതിനൊന്നും മാറ്റം ഉണ്ടാവത്തില്ല, അവിടെ അത് ചെയ്യണം, ഇവിടെ ഇത് ചെയ്യണം, ആ താഴ്വരത്തി പോകണം, മേലെ മലയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതെല്ലാം ചെയ്തു. എന്നിട്ടും എനിക്ക് സൗഖ്യം വന്നില്ല. അപ്പോഴാണ് അവളുടെ കാതിൽ കേൾക്കുന്ന സൗജന്യമായിട്ട് സൗഖ്യം കൊടുക്കുന്ന ഒരു യേശു വരുന്നത്. മാത്രം അപ്പോഴാണ് അവൾക്ക് ബുദ്ധി ഉദിച്ചത്. കാരണം കയ്യിലുള്ള എല്ലാം പോയപ്പോൾ ആരെ വേണം? യേശുവിനെ വേണം. എന്തു വേണം? സൗഖ്യം വേണം. എൻ്റെ യേശു കർത്താവ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നീ 10 ലക്ഷം രൂപ ഇഞ്ഞു കൊണ്ടുപോവാ, ഞാൻ നിനക്ക് സൗഖ്യം തരാമെന്ന്? സ്വത്രം, നിന്റെ ആടിനെ, നിന്റെ കോഴിയെ, നിന്റെ മാടിനെ, അതുപോലെ നിന്റെ പിന്നെ കലവറയിലുള്ള അരി, മലര്, ഉപ്പ്, മുളക്, പഞ്ചാര, പുളി, ഇത് കൊണ്ടുപോവാ, സൗഖ്യമാക്കാന്ന് യേശു പറഞ്ഞോ? യേശു എന്താ പറഞ്ഞ്? വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ സൗഖ്യം തരാം. സ്വത്രം, അങ്ങനെയല്ലേ പറഞ്ഞത്? നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ സൗജന്യമായി ഇതാ സൗഖ്യം പ്രാപിച്ചു. സ്വത്രം. ഓക്കെ, അവൻ പറഞ്ഞ വാക്ക്, സ്വത്രം, എന്നെ സഹായിക്കാൻ ആരുമില്ല. കുഞ്ഞെ, യേശു പറഞ്ഞ വാക്ക് വ്യക്തമായി കേൾക്കണേ. ഞാൻ അനാഥന്മാർക്കും വിധവമാർക്കും ന്യായം പാലിക്കുന്ന ദൈവമാണ്. സ്വത്രം, അങ്ങനെയാണെങ്കിൽ ആരുമില്ല എന്ന് നിനക്ക് തോന്നുമ്പം എങ്കിലും ദൈവത്തെ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിച്ചാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും. നിന്നിലൂടെ നിന്റെ സന്തതിയിലേക്ക് അത് മാറ്റപ്പെടും. നോക്ക്, വ്യക്തമായി പറയട്ടെ, വചനം എന്താ പറയുന്നതെന്നറിയാമോ? ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. ആ പ്രിയപ്പെട്ട സഹോദരി സ്വത്രം നോക്ക്, ആ യേശുവിനെ അടുക്ക ചെല്ലാൻ തീരുമാനിച്ചു. സ്വത്രം, അന്നേരമാണ് അവൾ അറിയുന്നത് ബുദ്ധിമുട്ടാണ്. സ്വത്രം, എന്ത് ബുദ്ധിമുട്ട്? സ്വത്രം, തന്നെക്കാൾ മുമ്പേ സ്വത്രം സൗഖ്യം പ്രാപിക്കേണ്ടതിനും അത്ഭുതം കാണേണ്ടതിനും ന്യായം വിധിക്കേണ്ടതിനും വലിയൊരു കൂട്ട ജനം ആരുടെ കൂടെ ഉണ്ട്? യേശുവിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിനിടയിൽ രക്തസ്രാവം ബാധിച്ച് കൂനിപ്പോയ, ആരോഗ്യം ക്ഷയിച്ച ഞാൻ എങ്ങനെ ചെല്ലും? എനിക്കെങ്ങനെ ചെല്ലാൻ കഴിയും? ഒക്കത്തില്ലെന്ന് അവൾ തീരുമാനിച്ചില്ല. എത്ര കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഞാൻ അവനെ പോയി കാണും. ആരെല്ലാം എന്നെ തടഞ്ഞാലും ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തുമ്പിലെങ്കിലും തൊടാതെ ഞാൻ മടങ്ങി വരത്തില്ല.
ലോക അപവാദമോ ലോകത്തിന്റെ തിരസ്കരണമോ ഇല്ലെങ്കിൽ തന്നെ മാറ്റി നിർത്തും എന്നുള്ള ചിന്തയോ അവളെ ഭരിച്ചില്ല. അവൾ ആ ജനത്തിരക്കിനിടയിൽ യേശുവിനെ തൊടണമെന്ന് ആഗ്രഹിച്ച്, ഞാനിങ്ങനെ ചിന്തിക്കുക, ആ ജനത്തിനിടയിൽ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ചവിട്ടിക്കാണും, ആരെങ്കിലുമൊക്കെ മുട്ടിൽ തട്ടിയിട്ട് അവർ കാലുമടക്കി അടിച്ചു കാണും. പക്ഷെ അതെല്ലാം അവൾ സഹിച്ചു. എന്തിനു വേണ്ടി? സൗഖ്യത്തിനു വേണ്ടി. സ്വത്രം. എന്തിനു വേണ്ടി? തനിക്ക് വിടുതൽ വേണം, തൻ്റെ രക്തസ്രാവം മാറണം. സ്വത്രം. അവളുടെ വിശ്വാസം വലുതായത് കൊണ്ട് സ്വത്രം ആ ജനത്തിരക്കിനിടയിൽ അവൾ ബന്ധപ്പെട്ട് ചെന്ന് സ്വത്രം യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തുമ്പിലൊന്ന് തൊട്ടു. സ്വത്രം. ഒരു ബന്ധപ്പാടും കൂടാതെ യേശു ഒപ്പം പറയുന്നൊരു കാര്യം കേൾക്കാൻ മനസ്സുണ്ടോ? കേൾക്കാൻ മനസ്സുണ്ടോ? പിന്നെ എനിക്കതിനല്ലേ സമയം. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ പലരും പറയുന്നത്. അങ്ങനെയുള്ള സൗഖ്യമൊന്നും വേണ്ട, 10 ലക്ഷം കൊടുത്ത് ഞാൻ വാങ്ങിച്ചോളാം, 25,000 കൊടുത്ത് വാങ്ങിച്ചോളാം, 1 ലക്ഷം രൂപയേ ഉള്ളൂ, അവിടെ നാഗർകോവിലിൽ പോയാൽ അത് കൊടുത്തോളാം, സൗജന്യമായിട്ട് വേണ്ട. അങ്ങനെ ഒരാൾ കണ്ണുമാറ്റി വയ്ക്കാൻ പോയി. കണ്ണിന് നല്ല കാഴ്ച ഉണ്ടായിരുന്നു. ഏതോ ഒരു പൊട്ടം പറഞ്ഞ് ഈ കണ്ണിന് കാഴ്ച കുറവാണ്. സ്വത്രം. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് സ്വത്രം. ആ കണ്ണ് മാറ്റി വയ്ക്കാൻ അടുത്ത കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. സ്വത്രം. 1 ലക്ഷവും പോയി, 2 കണ്ണിന്റെ കാഴ്ചയും പോയി. ഒരു പരാതിയില്ല. വല്ല ഉപദേശിമാരും വല്ലോ ആയിരുന്നെങ്കിൽ ആ പള്ളി വരെ അടിച്ചു പൊളിച്ചേനെ. സ്വത്രം. കാശും പോയി, കണ്ണും പോയി. സ്വത്രം. ഈ ലോകത്തിൽ എൻ്റെ യേശു പറഞ്ഞു, ഒന്നും നിനക്ക് നഷ്ടപ്പെടത്തില്ല. നിനക്ക് നഷ്ടപ്പെട്ടതിന് 1000 മടങ്ങ് ഞാൻ നിനക്ക് തരാം, നീ എന്നോട് കൂടെ വരുമെങ്കിൽ, എൻ്റെ വചനം അനുസരിച്ച് ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ. കുഞ്ഞെ, എന്താ പറഞ്ഞത്? സങ്കീർത്തനം 34:1 വായിച്ചേ, ഒന്ന് വായിച്ചേ പ്ലീസ്. സങ്കീർത്തനം 34:1. അങ്ങനെയാണോ? സങ്കീർത്തനം 34:1. 37. സ്വത്രം. സ്വത്രം. എന്താ പറഞ്ഞത്? ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ സ്വത്രം. അവര് വരും പറയുന്ന കേട്ടിട്ട് നീ പുറകോട്ട് പോവല്ലെന്ന്, അവരവരും കാണിക്കുന്നത് കണ്ടുകൊണ്ട് അതിന്റെ പിന്നാലെ പോവല്ലെന്ന് കർത്താവ് എന്ത് പറയുന്നുവോ അതനുസരിച്ച് നീ നില്ല്. കർത്താവ് നിനക്ക് നിന്റെ ആഗ്രഹത്തെ സാധ്യമാക്കി തരും. സ്വത്രം. സ്വത്രം. ദൈവത്തിന് വചനം പറയുക, ലോകം പറയുന്ന കേട്ട് നീ അവരോട് മുഷിയാൻ പോകാതെ എന്ത് ചെയ്യണം? സ്വത്രം. നോക്ക്, നീ നോക്കി നിൽക്കേ, അവർ ഉണങ്ങിപ്പോകുന്നത് കാണാം. നീ വാദിക്കാനും തർക്കിക്കാനും ഒന്നും പോവണ്ട. നിന്നെ വിളിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നീ യാത്ര ചെയ്യാൻ തുടങ്ങ്. പുറകിൽ നിന്ന് വലിക്കുന്നവരെ കണ്ടിട്ട്, പുറകിൽ നിന്ന് അപവാദം പറയുന്നത് കേട്ടിട്ട് നീ തിരിഞ്ഞു നിന്ന് വിഷമിക്കാൻ കരയാൻ നിൽക്കണ്ട. സ്വത്രം. കർത്താവ് പറയുക, നീ വിളിച്ചവൻ വിശ്വസ്തനെന്ന് നനച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പോക. ഒരല്ലേ പറയെങ്കിൽ പറ. സ്വത്രം. അങ്ങനെയെങ്കിൽ നീ ജയിച്ചു പുറത്തു വരും. പുറകിൽ നിന്നെ വലിച്ചവർ വീണ് കിടക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. സ്വത്രം. നോക്ക്, വചനം പറയുന്നത് ഇങ്ങനെയാ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. വ്യക്തമായി പറയട്ടെ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, കഷ്ടത്തിന്റെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ നീ ദൈവമുഖത്തേക്കാ നോക്കുന്നതെങ്കിൽ സ്വത്രം, നീ എന്തോ കാണുമെന്നറിയാമോ? നഷ്ടങ്ങൾ കാണുമെന്നല്ല കർത്താവ് പറഞ്ഞത്, ദൈവ മഹത്വം കാണും. വ്യക്തമായി പറയട്ടെ, എൻ്റെ കർത്താവ്
കർത്താവിനെ അനുഗമിപ്പാൻ, എൻ്റെ കർത്താവിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് നീ യാത്ര ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ നീ തകർന്നു പോകത്തില്ല. നിന്റെ എല്ലാ തകർച്ചകളും മാറി നീ ഉയർച്ച പ്രാപിക്കും. മലാക്കി പ്രവാചന ദിവസം 4-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചേ. സ്വത്രം എന്താണ്? സ്വത്രം കർത്താവിനെ സേവിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം, ലോകത്തെ സേവിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലമെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. സ്വത്രം. മലാക്കി പ്രവാചക ദിവസം 4-ാം അധ്യായം 2-ാം വാക്യം ഒരു താഴോട്ട്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന, ദൈവത്തിന്റെ വചനത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതി സൂര്യൻ തന്റെ ചിറകൻ കീഴെ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. അവിടെ കൈവച്ചോണ്ട് താഴോട്ട് വായിക്കണേ. സ്വത്രം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ അന്ധകാരത്തിൽ കൊണ്ടിട്ട് നിന്നെ മാറിയും തിരിഞ്ഞും തട്ടിത്തകർത്ത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഉയരരുത്, നീ ജീവിതത്തിൽ ഒരിക്കലും വെളിച്ചം കാണരുത്, നീ ജീവിതത്തിൽ ഒരിക്കലും ആരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കരുത് എന്ന് പറഞ്ഞ് നിന്നോട് വാദിച്ച സകല പൈശാചികന്റെ തല തകർത്തു കൊണ്ട് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ നിന്റെ മേൽ ഉദിക്കും എന്ന് പറഞ്ഞ് നിന്റെ ഇരുട്ടിനെ മാറ്റി, നിന്റെ അന്ധത മാറ്റി സ്വർഗം നിന്നെ വെളിച്ചത്തിൽ കൊണ്ടുവരും. എന്നിട്ട് പറയുന്നൊരു വാക്ക്, അവിടെ നിന്ന് വട്ടം കറങ്ങുമെന്നല്ല പറഞ്ഞത്, പിന്നെയോ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ നീ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്വത്രം, സ്വത്രം. അപ്പൊ ദൈവത്തെ സേവിച്ചാൽ കരഞ്ഞു വിളിച്ച് നടക്കേണ്ടി വരുമെന്നല്ല വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. സ്വത്രം. ദൈവത്തെ പിൻപറ്റിയാൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നടക്കുമെന്നല്ല പറഞ്ഞത്. സ്വത്രം. ദൈവവചനം അനുസരിച്ചാൽ കുറഞ്ഞു എന്ന് പറയാൻ ഇടവരുത്തത്തില്ല. സ്വത്രം. ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവം ഉയർത്തുന്ന നിന്റെ നാവ് കൊണ്ട് സ്വർഗം പറയിക്കും. രോഗിയായി കിടന്ന എൻ്റെ രോഗത്തെ ലോകം തള്ളിയപ്പോൾ സ്വർഗം സൗഖ്യമാക്കുന്ന നിന്റെ നാവ് കൊണ്ട് പറയിക്കും. സാമ്പത്തിക ബാധ്യത കാരണം ആത്മഹത്യ മാത്രം മുൻപിലുള്ളൂ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് നിന്ന് സ്വർഗം എന്നെ ഉയർത്തിയെന്ന് നിന്റെ നാവ് കൊണ്ട് പറയിക്കും. വ്യക്തമായി പറയട്ടെ. സ്വത്രം. നോക്ക്, കുളക്കരയിൽ കിടന്ന പക്ഷപാത രോഗിയെ യേശു കണ്ടപ്പോൾ സ്വത്രം നോക്ക്, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ കരയണ്ടടാ. സ്വത്രം. നിന്റെ കിടക്ക എടുത്ത് നടക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. നിന്റെ കിടക്ക എടുത്ത് നടക്ക്. സ്വത്രം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ആ ശബ്ദം കേട്ടുകൊണ്ട് അവൻ പുറകോട്ടൊന്ന് നോക്കിക്കാണും. എവിടുന്നാണ് ഈ ശബ്ദം? ഈ ശബ്ദത്തിന്റെ പിന്നിലെ ഉടമയാരാണ്? സ്വത്രം. അവൻ കണ്ടു. സ്വത്രം. ആരെയാ കണ്ടത്? സർവശക്തനായ കർത്താവിനെ. സ്വത്രം. അഖിലാണ്ടത്തിന്റെ ഉടയവനായ രക്ഷിതാവിനെ, മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ. സ്വത്രം. അവൻ കണ്ടു. ഞാൻ ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആ കണ്ട മാത്രം കിടക്കയിൽ നിന്ന് അവൻ ചാടി എഴുന്നേറ്റുക. സ്വത്രം. അവൻ കാത്തു കടന്നത് ദൂതനെ കാണാനാ. കാരണം ദൂതൻ കുളം കലക്കാൻ ഇറങ്ങും, കുളം കലക്കുമ്പോൾ തനിക്കിറങ്ങി സൗഖ്യം പ്രാപിക്കാം. പക്ഷെ അവൻ ദൂതനെ അല്ല കണ്ടത്, ദൂതന്റെ ഉടയവനായ സർവശക്തനെയാ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ദൂതനേക്കാൾ ശോഭയുള്ള തേജസ്സുള്ള സകലത്തിനും പൂർണ്ണനായ യേശുവിനെ കണ്ടപ്പോൾ അവൻ കിടക്കെല്ലാം വിട്ട് ചാടി എഴുന്നേറ്റ് കാണും. അന്ന് വരെ കാണാത്ത, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അന്ന് വരെ അറിയാത്ത ഒരു തേജസ് അവന്റെ മുമ്പിൽ മിന്നി. ഇതാ നിൽക്കുന്നു സർവശക്തനായ കർത്താവ്. പറയുക, മോനെ കിടക്ക എടുക്കട, നടക്കട. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അവൻ ആ കിടക്ക പോലും എടുത്തു കാണത്തില്ല, അവൻ തുള്ളി ചാടിക്കൊണ്ട് ഓടിക്കാണും. സ്വത്രം. പക്ഷേ വചനം പറയുന്നു, അവൻ കിടക്ക എടുത്ത് നടന്നു. സ്വത്രം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആ കിടക്ക എടുത്തോണ്ട് നടന്നറിയാമോ? നിന്നെ പോലെ എന്നെ പോലെയുള്ളവർ ആ കിടക്ക തേടി ചെല്ലാതിരിക്കാനാ.
സ്വത്രം മനസ്സിലായി കാണത്തില്ല. നീ ഞാൻ എവിടെ കിടക്കണമെന്നും പറഞ്ഞാൽ നടക്കുന്നത്. സ്വത്രം. പക്ഷെ എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചിട്ടെങ്കിലും കിടത്തത്തില്ല കേട്ടോ. നിന്നെ ജീവിതാവസാനത്തോളം അവൻ്റെ ഉള്ളം കരുത്തിൽ താങ്ങി നിന്നെ നടത്തും. ഒരല്ലേ പറയാമെങ്കിൽ പറ. സ്വത്രം. എൻ്റെ കർത്താവ് നിന്നെ കിടത്താനല്ല വിളിച്ചത്, കിടന്നടത്ത് നിന്നെ എടുത്തു പൊക്കിയത് സ്വത്രം നിന്നെ ഉയർത്തി മാനിക്കാനാ. ആ കർത്താവ് എന്നെ ഉയർത്തുമെന്ന് വിശ്വസിക്കണം. ആര് എന്നെ മറന്നാലും എൻ്റെ കർത്താവ് എന്നെ മറക്കത്തില്ല, എൻ്റെ കർത്താവ് എന്നെ ഉയർത്തും എന്ന് പറയണം. സ്വത്രം. വ്യക്തമായി പറയട്ടെ, സകല മനുഷ്യരും മാറി നിന്ന് നിന്നെയും നിന്റെ മക്കളെയും ഒതുക്കിക്കെട്ടും, നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ദേശത്ത് നശിപ്പിക്കും എന്ന് പറയുന്ന കേൾക്കുമ്പം അയ്യം വിളിച്ചുകൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടാതെ സ്വത്രം എങ്ങോട്ട് പോകണമെന്നറിയാമോ? നിന്റെ റൂമിനകത്തേക്ക് കയറണം. എന്നിട്ട് മുഴങ്കാലും അടക്കി കണ്ണുനീരോടെ നിനക്ക് വേണ്ടി കാൽവരിക്കുരിശിൽ പരമയാഗമായി തീർന്ന കർത്താവിന്റെ സന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തുടങ്ങണം. സ്വത്രം. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങാൻ നിനക്ക് കഴിയുമെങ്കിൽ കുഞ്ഞ് സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. സ്വത്രം. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. സ്വർഗം ഇറങ്ങിയാൽ നിനക്കെതിരെ ആരൊക്കെ നിന്നോ അവരെ കൈകാര്യം ചെയ്യാതെ സ്വർഗം മാറിപ്പോകത്തില്ല. സ്വത്രം. ഇന്നൊരുത്തിരി കഷ്ടവും, ഇന്നൊരുത്തിരി കണ്ണുനീരും, ഇന്നൊരുത്തിരി വേദനയും, ഇന്നൊരുത്തിരി ഒറ്റപ്പെടലും നിനക്കുണ്ടായെന്ന് കരുതി കുഞ്ഞ് എല്ലാ കാലത്തും കണ്ണുനീരും ഒറ്റപ്പെടലും വേദനയും ആണെന്ന് നീ ധരിക്കല്ലേ. നിന്നെ ശക്തനാക്കാമെന്ന് പറഞ്ഞ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവൻ കൂട്ടുകാരിൽ പരമായി നിന്നെ ഉയർത്തി മാനിക്കും. അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കാതെ, ലോകം പറയുന്നത് കേൾക്കാതെ, ദൈവത്തിന്റെ വചനം എന്തു പറയുന്നുവോ അത് കേൾക്ക്. എന്താ പറഞ്ഞത്? അവനെ കൈക്കൊണ്ട്, ആരെ? യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ. സ്വത്രം. സ്വത്രം. യെശയ്യാ 45 പറയുന്നു. സ്വത്രം. മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ഗുപ്തനിധി സ്വർഗം നിനക്ക് കാണിച്ചു തരുമെന്ന്. സ്വത്രം. സ്വത്രം. അത് പ്രാപിച്ച് നീ അലഞ്ഞു നടക്കുമെന്നല്ല, പിന്നെന്താ പറഞ്ഞത്? നിന്റെ സന്തതി ഭൂമി അവകാശമാക്കും. നീ ആ ഗുപ്തനിധി പ്രാപിക്കും, നിന്റെ സന്തതി ഭൂമി അവകാശമാക്കും. പാട്ടുകാരൻ പാടി, ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയപ്പോ എനിക്കൊരു സഹായകൻ ഉയരത്തുനിന്ന് ഇറങ്ങി വന്നു. സ്വത്രം. എനിക്കൊരു സഹായകൻ ഉയരത്തിൽ നിന്ന് വന്നു. അവൻ എന്നെ കൈ പിടിച്ചുയർത്തി. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പേ, ഈ ലോക ജീവിത യാത്രയിൽ തോൽക്കുവാനല്ല കർത്താവ് നിന്നെ ഭൂമിയിലാക്കി വെച്ചത്. നിന്നെ തോൽപ്പിച്ച ശത്രുവിന്റെ തലയിൽ ചവിട്ടി നിന്നുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തെ പ്രസ്താവിക്കാനാ കർത്താവ് നിന്നെ ചേർത്ത് പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പരാജയപ്പെടുവാൻ ഞാൻ സേവിക്കുന്ന ദൈവം സമ്മതിക്കത്തില്ലെന്ന് ഈ നല്ല രാത്രികാലം ഒന്ന് പറയാൻ മനസ്സുണ്ടോ? സ്വത്രം. ഞാൻ അതുവഴി നടന്നു പോയപ്പോ സ്വത്രം, ഞാനാ കൊളക്കരെ കിടന്ന പക്ഷപാത രോഗിയെ കണ്ടു. സ്വത്രം. ഞാൻ അവരോട് ചോദിച്ച്, എടേ താങ്കളല്ലേ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആ കൊളക്കരയിൽ കിടന്നത്? ഞാനൊന്നുമല്ല. ഇല്ലല്ല, നിങ്ങൾ തന്നെ, എനിക്കറിയാം. സ്വത്രം. ഞാനൊന്നുമല്ല, എനിക്കറിയാടോ, നിങ്ങൾ തന്നെ. സ്വത്രം. ആരോടും പറയണ്ട കേട്ടോ, ആരോടും പറയണ്ട. ഞാനാ. ഇതാ നമ്മള്. സ്വത്രം. ഇതാ നമ്മള്. സ്വത്രം. ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കാനാ. മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ, രോഗത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ, ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് ഭൂമിയിൽ പാർപ്പിച്ചത്. നീ ദൈവത്തെ കുറിച്ച് പറയണം. ലജ്ജിച്ചാൽ നിന്നെ കുറിച്ച് ദൈവവും ലജ്ജിക്കും, സ്വർഗവും ലജ്ജിക്കും. ഒടുവിൽ നിനക്ക് നഷ്ടപ്പെട്ട തിരിച്ചു വന്ന് കയറും. സ്വത്രം. പക്ഷേ ആ കുളക്കരയിൽ കിടന്ന പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്ക് സ്വത്രം ഇങ്ങനെയാ: എൻ്റെ പൊന്നു പോളച്ചായ,
ആ 38 വർഷം ഞാൻ അനുഭവിച്ച നിന്നയും പരിഹാസവും അപവാദവും അപമാനവും എന്തിനു പറയുന്നത്, ഞാൻ അവിടെ ഉണ്ടോന്ന് പോലും എൻ്റെ അപ്പനോ അമ്മയോ കൂടപ്പുറപ്പോ തിരക്കിയില്ല. പക്ഷേ എൻ്റെ വേദന അറിഞ്ഞ് ഉയരത്തിൽ നിന്ന് ഒരുവൻ വന്ന് പൊളച്ചായ ഞാൻ ഇന്ന് ജീവിക്കുന്നത് അവൻ്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കാനാ. ഞാൻ ഇനി മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല. കാരണം ഞാൻ ജീവിക്കുന്ന ഒരു ദൈവത്തെ കണ്ടു, ആ ദൈവത്തിന്റെ മഹത്വം കണ്ടു. എനിക്കറിയാം അവൻ എൻ്റെ മേൽ വച്ചിരിക്കുന്ന ദൗത്യം തികച്ചെടുക്കാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഞെട്ടിപ്പോയി. സ്വത്രം ഞാൻ ഞെട്ടിപ്പോയി. അപ്പം അവന്റെ അകത്ത് എന്തുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. യേശു അപ്പനുണ്ടെന്ന് മനസ്സിലായി. നമ്മളാണെങ്കിലോ ഒരു സ്വോത്രം പറയാൻ പോലും കൂട്ടുവിശ്വാസി കണ്ട മനസ്സ് കാണിക്കത്തില്ല. പള്ളി വന്ന മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ നമ്മൾ തയ്യാറാവത്തില്ല. പുറം ലോകത്തിൽ ഇറങ്ങിയ വിശ്വാസിയാണോ അവിശ്വാസിയാണോ ജഡീകനാണോ എന്ന് പോലും തിരിച്ചറിയാൻ മേത്ത കോലം കെട്ടിക്കൊണ്ട നടക്കുന്നത്. അവസാനം പിയായി കയറി തിരിച്ച് മറിച്ചു അടിച്ചു കഴിയുമ്പോൾ എല്ലാ വഴി അടഞ്ഞു കഴിയുമ്പം ഉപദേശിയേ പാസ്റ്ററേ തകർന്നു പോയി, തോറ്റുപോയി, കുഞ്ഞു വഴിതെറ്റിപ്പോയി, അച്ചായം കുടിക്കാൻ തുടങ്ങി, രോഗം കയറിപ്പിടിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പേ, ആരോഗ്യമുള്ളൊരു ശരീരം ദൈവം നിനക്ക് തന്നതാ. സ്വത്രം. സമാധാനമുള്ളൊരു ജീവിതം ദൈവം നിനക്ക് തന്നതാ. നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന് നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിച്ചവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് ചെറ്റപ്പുര മാറി നല്ല വീട് കിട്ടി. നടന്ന് കാല് കഴിച്ച് ക്ഷീണിച്ച് വഴിയിലിരുന്നപ്പോൾ സ്വർഗം നല്ല വണ്ടി തന്നു. സ്വത്രം. കീറുവസ്ത്രം മാറി നല്ല വെള്ള വസ്ത്രം കിട്ടി. സ്വത്രം. എന്തിനു പറയുന്നു? സ്വത്രം. നീ ചോദിച്ചതിലും ചിന്തിച്ചതിലും നനച്ചതിലും ഉപരിയായി സകലതും തന്ന് നിറച്ചപ്പോൾ നീ തന്നവനെ മറന്നു. സ്വത്രം. അങ്ങനെ വന്നപ്പോ എന്ത് കിട്ടി? ജീവിതത്തിൽ ഭയം വന്നു. ദൈവത്തെ മറക്കുന്നവരെ ഞാൻ നിങ്ങളെ കീറിക്കളയുമെന്ന്, വിടിവെപ്പാൻ ആരുമുണ്ടാകത്തില്ലെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞെങ്കിൽ സ്വത്രം ദൈവം കീറിയില്ല. പിന്നെ ആര് കീറി? പിയായി കീറി. ഇനി നീ ഒരിക്കലും ദൈവത്തെ വിളിക്കല്ലേ. അവന്റെ അകത്ത് എന്ത് കൊണ്ടിട്ടെന്നറിയാമോ? ഭയം കൊണ്ടിട്ടു. സ്വത്രം. എന്തുകൊണ്ടിട്ട്? ഭയം കൊണ്ടിട്ടു. രക്ഷപ്പെടാൻ വേണ്ടി ആദ്യം അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു നല്ല മതില് കെട്ടി. ഭയം മാറിയില്ല. സ്വത്രം. ഒരു നല്ല മതില് കെട്ടി. സ്വത്രം. പെന്തിക്കോസ്ത് ഉപദേശിയുടെ കാര്യമാണ് പറയുന്നത്. സ്വത്രം. ഭയം മാറിയില്ല. സ്വത്രം. അന്നേരം ആരോ പറഞ്ഞു പോരാ, അവനെ പറ്റി 2 പോമറേനും പട്ടി ഇരിക്കട്ടെ. 2 പോമറേനും പട്ടിയെ വാങ്ങിച്ച് 2 സൈഡിലേക്ക് കെട്ടി. പട്ടി കുരയ്ക്കുന്ന കേട്ടപ്പം ഭയം കൂടി. സ്വത്രം. അന്നേരമാണ് ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞത്, വട്ടം കെട്ടി, ചുറ്റിക്കെട്ടി, വള്ളി കെട്ടി, പുള്ളിക്കെട്ടി പിശാച് നിന്നെ തെക്കോട്ട് മാറി കിഴക്കേ വശത്തേക്ക് മാവിന്റെ കമ്പ് പടിഞ്ഞാറോട്ട് നിൽക്കുന്നതുകൊണ്ട് വീടിന്റെ മൂല ഇടിച്ചു കളയാത്തത് കൊണ്ട് ശാപം. കൂടുപാത്രം. സ്വത്രം. നിന്നെ പിടിച്ചിരിക്കുന്ന പാവപ്പെട്ടവൻ വീടിന്റെ മൂല ഇടിച്ചിട്ട് സ്വത്രം വീണ്ടും പണി തുടങ്ങി. പണി തീർന്നില്ല. അന്നേരം അടുത്ത ആളിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ആ മൂല പോരാ, ഈ മൂലയെ കൂടി ഇടിക്കണം. ചുരുക്കം പറയാം, അച്ചായന്റെ സകല മൂലയെ അവൻ ഇടിച്ചു പിശാച്. സ്വത്രം. അന്നേരമാണ് സ്വത്രം പറയുന്നത്, ഇനി മൂല ഇടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ രാത്രി ഈ നശിപ്പിക്കാൻ വരുന്ന പിശാചിനെ കാണണമെങ്കിൽ ക്യാമറ വെക്കണം. അങ്ങനെ അച്ചാൻ എന്ത് ചെയ്തു? ക്യാമറ വെച്ചു. ഉറങ്ങാൻ കിടന്നു. സ്വത്രം. അച്ഛന് സംശയം, ഞാൻ ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എന്നെ കൊന്നാലോ, എൻ്റെ വീട്ടിൽ കയറി എല്ലാം എടുത്തോണ്ട് പോയാലോ? ക്യാമറ വെച്ചു, പട്ടിയെ വളർത്തി. സ്വത്രം. ഗേറ്റ് വെച്ചു, മതിൽ വെച്ചു, വീടിനെ മൊത്തം മറച്ചു. ഇപ്പം അച്ഛന് വീടിനകത്ത് ഉറക്കമില്ല. ഉറക്കം നഷ്ടപ്പെട്ടു. ഷുഗർ കയറി പിടിച്ചു. സ്വത്രം. ഷുഗർ മാറാൻ മരുന്ന് കഴിച്ചപ്പം കൊളസ്ട്രോൾ കയറി പിടിച്ചു.
കൊളസ്ട്രോൾ മാറാൻ മരുന്ന് കഴിച്ചപ്പം പ്രഷർ പിടിച്ചു. സ്വത്രം. ഇപ്പം അച്ഛന് സ്വസ്ഥതയില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. റോഡെ പോകുന്നവരെല്ലാം പറയും അച്ചായന്റെ ആരാധന തുടങ്ങി, പാട്ട് തുടങ്ങി. ഇത്ര സന്തോഷമുള്ള ഒരു കുടുംബം വേറെ അങ്ങുമില്ലെന്ന്. ഇപ്പം കണ്ടാൽ ഉടനെ പറയും ഇവനെ പോലെ നശിച്ച ഒരുത്തൻ വേറെ ഇല്ലെന്ന്. സ്വത്രം. എന്താ കുഞ്ഞെ ഇങ്ങനെ ആയിപ്പോയത്? സ്വത്രം. പണം വന്നപ്പോ തന്ന ദൈവത്തെ നീ മറന്നു. നടത്തിയ വിധങ്ങളെ, കരുതിയ നന്മകളെ മറന്ന് ഇപ്പൊ ലോകം വെട്ടിപ്പിടിക്കാൻ ഓടുക. വീണു പോയാൽ ഉടനെ യേശുവേ എന്ന് വിളിക്കും. വീണില്ലെങ്കിൽ കുറ്റം പറയും. സ്വത്രം. എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. സ്വത്രം. എന്റെ കർത്താവിനെ നിഷ്കളങ്കതയുടെ, നേരോടെ, നിർമ്മലതയോടെ സേവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞ് ഒരനർത്ഥവും വന്നു ഭവിച്ചു നീയും നിന്റെ സന്തതിയും വഴിയിൽ ഇരുന്ന് നടക്കുവാനോ സ്വസ്ഥത കിട്ടാതെ ഉറങ്ങാതിരിക്കാൻ ഇടവരത്തില്ല. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരിക്കും. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നാം. സ്വത്രം. നിങ്ങൾക്ക് എന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ തോന്നാം. ഒക്കെ നല്ലതാ. ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിക്കണേ. കുറ്റം കണ്ടെത്തുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിക്കണേ. യേശു കർത്താവ് നന്മ ചെയ്തിട്ട് സ്വത്രം കണ്ടവരെല്ലാം യേശുവിനെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് അവനെ ക്രൂശിക്ക എന്ന്. സ്വത്രം. അവനെ ക്രൂശിക്ക എന്ന്. സ്വത്രം. യേശു കർത്താവ് എന്നെ ക്രൂശിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഓടിയതൊന്നുമില്ല. അവിടെ നിന്നു. കാരണം യേശു ചെയ്തത് നന്മയാണെന്ന് യേശുവിനറിയാം. യേശു പറഞ്ഞത് സത്യമാണെന്ന് യേശുവിനറിയാം. ഞാനും പറഞ്ഞത് സത്യമായ കാര്യമാണ്. സ്വത്രം. CCTV വെച്ചിട്ട് ഉറക്കമില്ല. പട്ടിയെ വളർത്തിയിട്ട് പട്ടിയെ കെട്ടിയിട്ട് ഉറക്കമില്ല. മതിൽ കെട്ടിയിട്ട് ഉറക്കമില്ല. എന്തുകൊണ്ട്? സ്വത്രം. ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പിടിച്ചിട്ട് ഇപ്പം തിന്നാൻ പേടി, കുടിക്കാൻ പേടി, ഉറങ്ങാൻ പേടി. ഉറങ്ങാൻ ചത്തുപോകുന്നുള്ള പേടി. പണ്ട് ആരോ ഒരു പാട്ടിങ്ങനെ പാടി, പോനാ പോകട്ടും പോടാ സ്വത്രം, இந்த ഭൂമിയിൽ ഇഴയ്ந்து വാഴുന്നവൻ യാരടാ. അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ നീ കിടന്നുറങ്ങും. പക്ഷെ ചിന്തിക്കാൻ നിനക്ക് കഴിയുന്നില്ല. കാരണം ഭയം നിന്റെ അകത്ത് വീണ് കഴിഞ്ഞു. മരണഭയം. എന്നാൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, യേശു നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, യേശു നിന്റെ വീടിനകത്തുണ്ടെങ്കിൽ കുഞ്ഞ് നീ സുഖമായി കിടന്നുറങ്ങും. സ്വത്രം. നീ ഒരു CCTV വെക്കണമെന്ന് ഞാൻ പറയത്തില്ല. വെച്ചോ, നല്ല കാര്യം. കാശുണ്ടെങ്കിൽ CCTV വെക്കുകയോ പട്ടിയോ വാങ്ങിക്കുകയോ ഇനി മതിൽ കെട്ടിയോ ഒക്കെ ചെയ്തോ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും നിന്നെ കാക്കാൻ സങ്കീർത്തനം 91:10-11 പറയുന്ന വാക്യം അന്ന് വീട്ടിൽ ഇരുന്ന് വായിക്കണം കേട്ടോ. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വത്രം. വായിച്ചാൽ മനസ്സിലാവും നിന്നെ കാക്കാൻ ആരുണ്ടെന്ന്. നീ സുഖമായി കിടന്നുറങ്ങാൻ പറഞ്ഞിരിക്കുന്ന വ്യക്തി കൂടെ ഉണ്ടാകും. ഭയപ്പെടേണ്ട യേശു പറഞ്ഞു. ഭ്രമിച്ചു നോക്കണ്ട യേശു പറഞ്ഞു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എന്ത് വരത്തില്ല? ശത്രു നിന്നെ പിടിക്കത്തില്ല. സ്വത്രം. പിശാച് നിന്നെ ബന്ധിക്കത്തില്ല. ഒരു കൂടുപാത്രവും ഒരു വെളിച്ചു നേർച്ചയും നിനക്ക് ഫലിക്കത്തില്ല. നിന്റെ സന്തതി ആരുടെ സന്തതി? ദൈവത്തെ ഭയപ്പെടുന്നവന്റെ സന്തതി, ദൈവത്തെ ആരാധിക്കുന്നവന്റെ സന്തതി, ദൈവവചനം ചുമക്കുന്നവന്റെ സന്തതി. സ്വത്രം. ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. സ്വത്രം. അവൻ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. സ്വത്രം. അവൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും. പഠിച്ചിട്ട് CV കൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടക്കേണ്ടി വരത്തില്ല. പ്രവാചകനെ വിളിച്ച്, പ്രവാചകനെ ഞാനവിടെ പോയി ഇന്റർവ്യൂ പാസ്സാകുമോ, എനിക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിക്കേണ്ടി വരത്തില്ല. നീതിമാന്റെ സന്തതി ആഹാരം ഇറക്കുന്നത്
ഞാൻ കണ്ടിട്ടില്ലെന്ന് ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നെങ്കിൽ, എൻ്റെ കൂടപ്പിറപ്പുകളെ, എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന കൂടപ്പിറപ്പ്, നിങ്ങളോട് പറയട്ടെ, ലോകത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തെ മുറുകെ പിടിക്ക്. ലോകവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ദൈവവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ദൈവത്തെ മാറ്റി നിർത്തി ലോകത്തെ പിടിച്ചാൽ ലോകവും നിങ്ങളെ തള്ളിക്കളയും, ദൈവവും നിങ്ങളെ തള്ളിക്കളയും. ഏത് വേണമെന്ന് ഈ രാത്രിയിൽ ഈ മെസ്സേജിലൂടെ നിങ്ങൾ ചിന്തിക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണും. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ കരഞ്ഞ് വിലപിച്ച് ഞരങ്ങി നിങ്ങളുടെ ജീവിതയാത്ര അവസാനിപ്പിക്കേണ്ടി വരും. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുന്ന ആകാശത്തിന് ഭൂമിയുടെ ഉൾപ്പരപ്പിൽ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല എന്ന് വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നെങ്കിൽ, കുഞ്ഞെ, 38 വർഷം ആരാലും രക്ഷയില്ലാതെ എല്ലാ നിലയിലും തകർന്നു പോയവൻ യേശുവിനെ കണ്ടപ്പോൾ മഹത്വത്തിൽ ഉയർത്തപ്പെട്ടു. സ്വത്രം മഹത്വത്തിൽ ഉയർത്തപ്പെട്ടെന്ന് പറയുമ്പം അതിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുണ്ടാവും. സ്വത്രം എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റെന്നാ കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, മഹത്വത്തിൽ അല്ല കേട്ടോ. അങ്ങനെ ആരും കയറി അതിനെ വാദിക്കരുത്. സ്വത്രം വാദിച്ചാലും എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പരാതിയില്ല. ദൈവം എനിക്ക് തന്ന വെളിപ്പാട് മാത്രമാണ് ഞാൻ പറയുന്നത്. സ്വത്രം അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാൻ അറിയത്തുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പേ, വ്യക്തമായി പറയട്ടെ, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരും നിങ്ങളെ കണ്ടില്ലെങ്കിലും, നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തിലാണെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ പിൻപറ്റുന്നത് ഈ വിശുദ്ധ വചനം പറയുന്ന പ്രകാരമാണെങ്കിൽ, കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ഒരു നാളും സ്വന്തം ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല. നിന്റെ കണ്ണുനീര് ആനന്ദമാകും. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സ്വർഗത്തിലും നിനക്കും നിന്റെ സന്തതിക്ക് തരും. ലോകം മുഴുവനും എതിര് നിന്നാലും സർവശക്തനക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം വചനം പറയുന്നു, സ്വത്രം, ലോകം നിന്നോട് കൂടെ നിൽക്കും. നീ ലോകത്തോട് കൂടെ നിൽക്കുമെന്നല്ല, ലോകം നിന്നോട് കൂടെ നിൽക്കും. നീ പറയുന്നത് സ്വർഗം കേട്ടിട്ട് സ്വർഗത്തിൽ നിന്ന് മറുപടി അയച്ച് നീ പറയുന്ന പ്രവൃത്തി ലോകം ഈ ഭൂമിയിൽ ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്തേണ്ടത്. സ്വർഗത്തിലെ നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ആ തിരഞ്ഞെടുപ്പും വെളിയും ഉറപ്പാക്കിക്കൊണ്ട് യേശു മാത്രം മതി എന്ന് പറഞ്ഞ് കർത്താവിനെ അനുഗമിക്ക്. ഒരു നാളിലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയത്തില്ല. പഴിച്ചവരും ദുഷിച്ചവരും കുറ്റം പറഞ്ഞോളട്ടെ, അത് പിശാചിന്റെ പരിപാടിയാ. കാരണം നീ ഒരിക്കലും ദൈവത്തെ ഉയർത്തരുതെന്ന് പിശാച് പ്ലാനിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് പലരെയും കൂട്ടിപ്പിടിച്ചിട്ട് നിനക്കെതിരെ വാദിക്കുമ്പോൾ വ്യക്തമായി കൂടപ്പുറപ്പെ പറയട്ടെ, നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിന്റെ കരത്തിലും എന്റെ സ്വർഗം വിട്ടുകൊടുക്കത്തില്ല. നീ ഒരു അനുഗ്രഹമാകുമെന്ന് യേശുവപ്പൻ പറഞ്ഞെങ്കിൽ, നീ ലോകത്തിനൊരു അനുഗ്രഹമാ, നിന്റെ ദേശത്തൊരു അനുഗ്രഹമാ, നിന്റെ സഭയ്ക്കകത്തൊരു അനുഗ്രഹമാ, നിന്റെ കുടുംബത്തിനകത്തൊരു അനുഗ്രഹമാ. നിന്നെ കാണുന്നവർ യേശുവിനെ കാണും. നിന്നിലൂടെ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടും. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ നല്ല രാത്രിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഉയർത്തട്ടെ.